ബംഗ്ലാദേശും തമ്മിൽ കാൺപൂരിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ 3 ദിവസങ്ങളിലും മഴയാണ് കളിച്ചത്. മഴയെ തുടർന്ന് ആദ്യ ദിനം 35 ഓവറുകളിൽ കളി നടന്നപ്പോൾ രണ്ടാം ദിവസത്തെയും 3-ാം ദിവസത്തെയും കളി മഴ മൂലം പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്നാൽ കാലാവസ്ഥ അനുകൂലമായതോടെ 4-ാം ദിനം കളി നടന്നു. 3 വിക്കറ്റിൽ 107 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശ് ആകട്ടെ 233 റൺസിൽ ഓൾ ഔട്ടായി. ഈ സമയം 5 സെഷനുകൾ മാത്രമാണ് ടെസ്റ്റിൽ ബാക്കിയുണ്ടായിരുന്നത്. ഇതോടെ കളിയിൽ ഫലമുണ്ടാകില്ലെന്ന് ഭൂരിഭാഗം ആരാധകരും ഉറപ്പിച്ചു. എന്നാൽ വിജയം ഉറപ്പിച്ചാണ് ഇന്ത്യ കളിക്കുന്നതെന്ന് ബാറ്റിംഗ് സമീപനത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയായിരുന്നു. തുടക്കം മുതൽ ബംഗ്ലാദേശ് ബോളർമാർക്കെതിരെ കടന്നാക്രമണം നടത്താനുള്ള തീരുമാനമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എടുത്തത്. ഈ പ്ലാൻ വിജയമാകുന്നതാണ് കാൺപൂരിൽ കണ്ടത്. ഇന്ത്യ T20 ശൈലിയിൽ ആക്രമിച്ചതോടെ മത്സരത്തിൽ ഫലമുണ്ടാകാനുള്ള സാധ്യതകളും ഉയർന്നു. വെടിക്കെട്ട് ബാറ്റിംഗിനിടെ 2 കിടിലൻ റെക്കോർഡുകളും ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ടീം 50 എന്ന റെക്കോർഡാണ് കാൺപൂർ ടെസ്റ്റിന്റെ 4-ാം ദിനം ഇന്ത്യ ആദ്യം സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് വെടിക്കെട്ട് നടത്തിയതോടെ വെറും 3 ഓവറുകളിലാണ് ഇന്ത്യ 50 കടന്നത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ പേരിലായിരുന്നു ഇത്ര നാളും ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ട്രെന്റ് ബ്രിഡ്ജിൽ നടന്ന കളിയിൽ 4.2 ഓവറുകളിൽ ടീം സ്കോർ 50 കടത്തിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ റെക്കോർഡ്. ഇന്ത്യ 50 കടക്കുമ്പോൾ 13 പന്തിൽ 30 റൺസുമായി യശസ്വി ജയ്സ്വാളും 6 പന്തിൽ 19 റൺസുമായി രോഹിത് ശർമ്മയുമാണ് ക്രീസിലുണ്ടായിരുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ടീം 50 നേടിയ ഇന്ത്യ പിന്നാലെ വേഗതയേറിയ ടീം സെഞ്ചുറിയിലും പുതിയ ലോക റെക്കോർഡ് ഇട്ടു. ഇക്കാര്യത്തിൽ സ്വന്തം റെക്കോർഡ് തന്നെ ടീം ഇന്ത്യ തിരുത്തി കുറിക്കുകയായിരുന്നു. കാൺപൂർ ടെസ്റ്റിൽ വെറും 10.1 ഓവറുകളിലാണ് ഇന്ത്യൻ സ്കോർ 100-ലെത്തിയത്. 2023-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പോർട്ട് ഓഫ് സ്പെയിനിൽ നടന്ന കളിയിൽ 12.2 ഓവറുകളിൽ ടീം സ്കോർ 100 കടത്തിയാണ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത്. അതേസമയം 2-ാം ടെസ്റ്റിൽ അതിവേഗം കൂറ്റൻ സ്കോർ അടിച്ചുകൂട്ടി മികച്ച ലീഡ് സ്വന്തമാക്കുകയും പിന്നാലെ ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കി വിജയം സ്വന്തമാക്കുകയുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ടോപ്പ് ഓർഡറിൽ 51 പന്തിൽ 72 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും 11 പന്തിൽ 23 റൺസ് നേടി രോഹിത് ശർമ്മയും മിന്നി. ശുഭ്മാൻ ഗിൽ 36 പന്തിൽ 39 റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി 35 പന്തിൽ 47 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. KL രാഹുലും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടെ 4-ാം ദിനം അവസാന സെഷനിൽ തന്നെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി. പിന്നാലെ 9 വിക്കറ്റിൽ 285 റൺസ് എന്ന സ്കോറിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. ഇതോടെ 52 റൺസിന്റെ ലീഡാണ് ഇന്ത്യക്ക് സ്വന്തമായത്. ചെറിയ ലീഡിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത രോഹിത്തിന്റെ ധീരമായ തീരുമാനവും മത്സരഫലം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം അമ്പരപ്പിക്കുന്ന ഒരു ക്യാച്ചിലൂടെ രോഹിത് ശർമ്മ താരമാവുകയും ചെയ്തിരുന്നു. മുഹമ്മദ് സിറാജിന്റെ പന്തിൽ മിഡ് ഓഫിലായിരുന്നു രോഹിത്തിന്റെ കിടിലൻ ക്യാച്ച്. ക്രീസിൽ സെറ്റായി നിന്നിരുന്ന ലിട്ടൺ മിഡ് ഓഫിന് മുകളിലൂടെ ഒരു ലോഫ്റ്റഡ് ഷോട്ട് കളിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ വായുവിൽ ഉയർന്നു ചാടിയ രോഹിത് ശർമ്മ ഒറ്റക്കൈയിൽ ക്യാച്ച് സ്വന്തമാക്കി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകരും ഈ ക്യാച്ചിനെ അഭിനന്ദിക്കുകയാണ്. ക്യാപ്റ്റൻ എല്ലാ അർത്ഥത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണെന്നാണ് ആരാധകർ കുറിക്കുന്നത്.